ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കേരള ബോക്സ് ഓഫീസിൽ ഈ ഒരു തിങ്കളാഴ്ച ഓടുന്ന സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് കടന്നു വരാം. വാഴ, ദൃശ്യം, ദുരന്തർ, ആട്, പ്രതിച്ഛായ, മോഹിനിയാട്ടം ചിത്രങ്ങളാണ്. നമുക്ക് ആദ്യമായിട്ട് മോഹിനിയാട്ടത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. അതിന് മുന്നോടിയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണെങ്കിലും മോഹിനിയാട്ടം അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിനം 50 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നെങ്കിൽ 75-80 ലക്ഷം രൂപയോളമാണ് വേൾഡ് വൈഡായിട്ട് വന്നത്. രണ്ടാം ദിവസം ആളിക്കത്തുന്ന കാര്യം കണ്ടു. 67 ലക്ഷം രൂപ ട്രാക്കിങ്ങിലൂടെ വന്നു. അതായത് 85-90 ലക്ഷം രൂപയോളം കേരള ബോക്സ് ഓഫീസിൽ വന്നു. മൂന്നാം ദിനം 1.25 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയ ചിത്രം ഇന്ന് നാലാം ദിനം 531 ഷോകളിൽ നിന്ന് 50,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോവുകയും 54% ഈ ഒരു തിങ്കളാഴ്ചയും മികച്ച രീതിയിലുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 10 മണി വരെ 85 ലക്ഷം രൂപ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രാക്കിങ്ങിലൂടെ. അതായത് സിനിമ ഇന്നും 1 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. മികച്ച സിനിമ എന്നുള്ള ഒരു പേര് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഇന്ന് നല്ല ലെവലിൽ ആളുകൾ കാണുകയാണ്. ഈ ഒരു വിഷുവിന് ഈ ഒരു സിനിമ ആളിക്കത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതോടുകൂടി തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 3.5 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് സിനിമ 5 കോടിക്ക് മുകളിലും എത്തിയിരിക്കുകയാണ്. വരുന്ന വാരത്തിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 8 കോടിക്ക് മുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ 10 കോടിക്ക് ടച്ച് ചെയ്യാനുള്ള ചാൻസുകൾ നമ്മൾ നോക്കി കാണുകയാണ്. ആട് അങ്ങനെ ഫൈനൽ റണ്ണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ആടിൻ്റെ ഓട്ടം ഇന്ന് 26-ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ 121 ഷോകളാണുള്ളത്. 3,500-ഓളം ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയപ്പോൾ 5,34,000 രൂപയാണ് ഇതുവരെ കളക്ഷനായി വന്നത്. ഇന്നലെ ഇതേ സമയം അല്ലെങ്കിൽ ഫൈനലായിട്ട് വന്നത് 13,33,000 രൂപയായിരുന്നു. അതായത് ഏകദേശം 20-22 ലക്ഷം രൂപ ഇന്നലെ ഞായറാഴ്ച സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള 26-ാം ദിനങ്ങളിലൊക്കെ ഓടുന്ന സിനിമയുടെ ഇടിവ് ഒരു 8-9 ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടിയും കടന്ന് ആട് മുന്നോട്ട് പോകുന്നു. 130-132 കോടിയിലേക്ക് സിനിമ ഫൈനലായിട്ട് എത്തിയിരിക്കുന്നു. 150 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും ജയസൂര്യയുടെ ആദ്യ 100 കോടി കലക്കി പൊളിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള ഒരു സക്സസ്സിലേക്ക് സിനിമ എത്തുമോ എന്നുള്ളത് തന്നെയാണ്. ബഡ്ജറ്റ് തന്നെയാണ് പ്രധാന വില്ലൻ. എന്തായാലും സിനിമ ഒരു പ്രോഫിറ്റബിൾ മാർജിനിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നോക്കി കാണുന്നത്. ഏറെക്കുറെ ഒരു വലിയ രീതിയിലുള്ള വിജയത്തിന് അടുത്തേക്ക് സിനിമ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഏകദേശം 60-75 കോടിക്കിടയിലാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ സിനിമയുടെ മുതൽ മുടക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് കിട്ടണമെങ്കിൽ 150 കോടിക്ക് അടുത്തോളം വേണം. ഇനിയും നമുക്ക് നേരെ പ്രതിച്ഛായയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. 19-ാം ദിനത്തിലേക്ക് കടക്കുന്ന ചിത്രം 24-ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. വളരെ ലോ ലെവലിലുള്ള ഒക്യുപ്പൻസിയാണ്. 370-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുന്നു. ഇന്നലെ 1,400-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയ സ്ഥലത്താണ് ഏകദേശം 71,000, 1 ലക്ഷത്തോളം രൂപയാണ് സിനിമയുടെ ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ. സിനിമ ഒരു പരാജയമായി തന്നെ മാറിയിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ പരാജയമാണ് നിവിൻ പോളിക്ക്. ഒരു 100 കോടിക്ക് ശേഷം പിന്നീട് അതേ റേഞ്ചിലേക്ക് നിവിൻ പോളിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ട്രാക്കിങ്ങിലൂടെ 4,42 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. അതായത് ഏകദേശം 6.5 കോടിയോളമാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരിക്കുന്നത്. ദുരന്തർ വേൾഡ് വൈഡ് സൂപ്പർ മെഗാ ഹിറ്റ് സിനിമ 1,800 കോടിയിലേക്ക് കയറുമോ എന്നുള്ള ചോദ്യമാണ്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ അക്ഷരാർത്ഥത്തിൽ ഒരു ബ്ലോക്ക് ബസ്റ്ററാണ്. ഏകദേശം 20 കോടിക്കടുത്ത്, അതായത് ഇപ്പോൾ ട്രാക്കിങ്ങിലൂടെ വന്നിരിക്കുന്നത് 16,42 ലക്ഷം രൂപ നേടി എന്നുള്ളതാണ്. ഇന്ന് 27-ാം ദിനത്തിലും സിനിമയ്ക്ക് 34 ഷോകൾ 1,800-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,75,000 രൂപയോളം കളക്ഷൻ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സിനിമയ്ക്ക് 7.5 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് വന്നതെങ്കിൽ ഇന്ന് നേരെ പകുതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ദുരന്തർ ഒരു വമ്പൻ വിജയമായി പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും വമ്പൻ ഹിറ്റായി മാറുകയാണ്. ഈ വരുന്ന വിഷു റിലീസ് ദിനങ്ങളിലും ഈ സിനിമ ഇവിടെ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് ഊട്ടിയുറപ്പിക്കണം. വളരെ കുറച്ച് ഷോകളാണെങ്കിൽ പോലും സിനിമ വമ്പൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ദൃശ്യം 2-ൻ്റെ റിലീസ് അത്ര കണ്ട് അങ്ങ് മികച്ച് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 4-ാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് 24-ഓളം ഷോകൾ വരുന്നു എന്നുള്ളത് മാത്രമാണ് ആശ്വാസം. 70-ഓളം ടിക്കറ്റുകൾ മാത്രമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. മോഹൻലാൽ തരംഗം ഈ സിനിമയ്ക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യം 2 തിയേറ്ററിൽ വരാഞ്ഞിട്ട് പോലും സിനിമയ്ക്ക് അങ്ങനെ ഒരു മേൽക്കോയ്മ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഫാൻസുകാർ വിചാരിച്ചിരുന്നെങ്കിൽ ആളിക്കത്തിക്കാവുന്ന ചിത്രം തന്നെയാണ്. പക്ഷേ കേരളത്തിലെ ട്രെൻഡ് നമുക്കിപ്പോൾ ശരിക്കും മനസ്സിലാവുന്നു. അടിച്ചുപൊളി സിനിമകൾക്ക് മാത്രമാണ് ആരാധകരുള്ളത്. നല്ല ക്ലാസിക് സിനിമകൾക്കൊന്നും ആരാധകരില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയും വെളിവാക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് 10,000-ഓളം രൂപയാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു 15,000 രൂപ വരെയൊക്കെ വരാം. ഇന്നലെ സിനിമയ്ക്ക് 1 ലക്ഷത്തോളം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യ ദിനം 1,29,000 രൂപ ട്രാക്കിങ് വന്നപ്പോൾ രണ്ടാം ദിവസം 85,000 രൂപ മാത്രമാണ് വന്നത്. ഏകദേശം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ട്രാക്കിങ്ങിലൂടെ 3,32,000 രൂപയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ഏകദേശം 5 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി വന്നിരിക്കുന്നത്. അങ്ങനെ ദൃശ്യം
2 തിയേറ്ററിൽ വന്നിട്ടും ചലനം സൃഷ്ടിക്കാൻ പറ്റാതെ പോയി. ദൃശ്യം 3 വരുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ഒരു 300 അല്ലെങ്കിൽ 400 കോടിക്ക് മുകളിലേക്ക് എത്തുന്ന ആദ്യ മലയാള സിനിമയായി മാറും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ദൃശ്യം 3 ഇറങ്ങേണ്ട ഈ ഒരു സമയത്താണ് ദൃശ്യം 2 റിലീസിലേക്ക് വന്ന് വാഴയുടെ റിലീസും യുദ്ധവുമൊക്കെ കൊണ്ട് തന്നെയാണ് ഈ സിനിമ മാറ്റി വെച്ചത്. ഇനിയും പാട്രിയോട്ടും കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാനായി പ്ലാനും ചെയ്തിരിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ ഒരു തരംഗം സൃഷ്ടിക്കും ദൃശ്യം 3 എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജോർജ് കുട്ടി തിരിച്ചു വരുമ്പോൾ അത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ 3-ാം തവണ ജോർജ് കുട്ടിയെ കാണാൻ കേരളം മൊത്തമായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാഴ 2 12-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു തിങ്കളാഴ്ചത്തെ കളക്ഷൻ ഏവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം വാഴയ്ക്ക് കളക്ഷൻ ഭീകരമാണ് കഴിഞ്ഞ 11 ദിനങ്ങളിലും. 12-ാം ദിനമായ ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് അതിഭീകരം എന്ന് തന്നെയാണ്. ഇന്ന് ഇതുവരെ 10 മണി വരെ 5 കോടി 7 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. പല സിനിമകളും അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ആദ്യ ദിനങ്ങൾ നേടുന്ന കളക്ഷനാണ് ഈ ഒരു സിനിമയ്ക്ക് ഈ 12-ാം ദിനത്തിന് നേടുന്നത്. അത്രത്തോളം തിരക്കാണ്. നമ്മൾ ഏത് തിയേറ്ററിൽ പോയാലും അവിടെയൊക്കെ ഭീകര തിരക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് 2120 ഷോകളിൽ നിന്ന് 3,19,000 മുകളിലുള്ള ടിക്കറ്റുകൾ അല്ലെങ്കിൽ ആളുകൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 56%. ഇന്നാണ് ഏറ്റവും കുറഞ്ഞ ശതമാനം സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഫൈനലാകുമ്പോഴത്തേക്ക് 58 അല്ലെങ്കിൽ 60% എത്തും. 5 കോടി 7 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ നേടിയിരിക്കുന്നത്. അതായത് ഇന്ന് സിനിമ 5.25 കോടിയൊക്കെ മുകളിലേക്ക് നേടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയും 2 മണിക്കൂറുകൾ ബാക്കി നിൽക്കുന്നു. എന്താണല്ലോ ഫൈനലായിട്ട് 5.5 കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കിംഗ് കളക്ഷൻ. ഇന്നലെ സിനിമയ്ക്ക് 7 കോടി 92 ലക്ഷം രൂപയാണ് ട്രാക്കിങ്ങിലൂടെ മാത്രമായി വന്നത്. അതായത് 8 കോടി 40 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 80 കോടിയും കടന്നിരിക്കുകയാണ്. ട്രാക്കിങ്ങിലൂടെ മാത്രം 79 കോടി 81 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. അതായത് ഇന്നത്തെ കളക്ഷനോടെ 85 കോടിക്ക് മുകളിലേക്ക് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് അടുത്ത ഇൻഡസ്ട്രി ഹിറ്റാണ് വാഴ എന്നുള്ളത് ഒരു 70% ഉറപ്പായിരിക്കുകയാണ്. വേറെ അട്ടിമറികൾ നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് എത്തും. ലോകയുടെ ആ റെക്കോർഡ് തകർക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇനി വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 160 കോടിയോളം അത് കഴിഞ്ഞു എന്നുള്ളതാണ് ഞായറാഴ്ച വരെയുള്ള കണക്കുകൾ പറയുന്നത്. ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടില്ല. എന്തായാലും നമ്മളേവരും കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അപ്ഡേറ്റിന് വേണ്ടി. ഇനിയും 200 കോടിയുടെ ഒരു പോസ്റ്റർ വരാനാണ് ഏറെയും ചാൻസ്. അത് വരുന്ന ശനി ഞായറിന് കൂടി തന്നെ സിനിമയുടെ 200 കോടി പോസ്റ്റർ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഉറപ്പിക്കാം. ഒരു പക്ഷേ വലിയ താമസമുണ്ടാവില്ല. വിഷു ദിനത്തിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ വരികയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാകും. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഒന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം. വേറെ ഏതെങ്കിലും ഒരു സിനിമയുടെ കളക്ഷനും അപ്ഡേറ്റുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊന്ന് പറയാം. പാട്രിയോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ കൂടെ ഉണ്ടാവും. വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാം. മീഡിയാസ്.